ഇത്തരത്തിൽ ഒരു സിനിമയുടെ പൂജ എന്ന് തന്നെ പറയാം. ഭദ്രദീപം തെളിയിച്ചുള്ള പൂജ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദ്രാസിൽ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അന്ന് 2 കോൾ ഷീറ്റാണ്, 2 പാട്ട്. ഒന്ന് 7 to 1, പിന്നെ 2 to 9. അപ്പോൾ 7 മണിക്ക് പൂജ അനൗൺസ് ചെയ്താൽ ആ തിയേറ്റർ ഇപ്പം ഏരിയ മാറാം ഫോർ സപ്പോസ്, അവിടെ എല്ലാവരും വരും, എല്ലാ നടന്മാരും വരും. തമിഴ്, തെലുങ്ക്, മദ്രാസാണ്, എല്ലാ പ്രൊഡ്യൂസേഴ്സും വരും, എല്ലാ ഫ്രണ്ട്സും വരും, എല്ലാ റിലേറ്റീവ്സും വരും. ഗംഭീര പൂജയാണ്. അതിനുശേഷം പാട്ട് റെക്കോർഡ് ചെയ്യും. 1 മണിക്ക് മുമ്പ് ഒരു പാട്ട് കഴിയും. അതിനുശേഷം പിന്നെ 2 തൊട്ട് 9 വരെ രണ്ടാമത്തെ പാട്ട് കഴിയും. അപ്പം തന്നെ ഡയറക്ടറിന് പാട്ട് കൊണ്ട് പോയി ഷൂട്ട് ചെയ്യാം. ആ ഒരു അനുഭവത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ അങ്ങനെ ഒരു പൂജ കാണുന്നത്. സത്യത്തിൽ ഇതൊക്കെ ഒരു നന്മയുടെ പ്രതീകമാണ്. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നടക്കുന്നത് പടം എന്ന് തുടങ്ങുന്നു എന്നാരും അറിയുന്നില്ല. പടം റിലീസിന് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 10-15 ദിവസം മുമ്പ് ഒരു ഗ്രാൻഡ് അനൗൺസ്മെന്റ് വരുന്നു. പെട്ടെന്ന് പടം തിയേറ്ററിൽ വരുന്നു. ഒരുപാട് പടങ്ങൾ വിജയിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയ പടങ്ങൾ, ചെറിയ പടങ്ങൾ എന്നില്ല. ഇതിൻ്റെ കഥ, തിരക്കഥ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, ദെൻ ഡയറക്ടർ. ഇതാണ് ഇതിൻ്റെ മെയിൻ. പാട്ട് എങ്ങനെ പാടിയാലും അത് എടുത്ത് വിജയിപ്പിക്കുന്നതാണ് ഒരു ഡയറക്ടറുടെ കഴിവ്. അതുപോലെ തന്നെ സിനിമയും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല പല ഡയറക്ടേഴ്സ് ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്റ്റോറി ഡയറക്ടറും ശ്രീ ഗിരീഷ് മുകുന്ദനാണ്. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. നല്ലൊരു പടം മലയാളക്കരയ്ക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് സുനിൽ നായർ, ഗിരീഷ്, അദ്ദേഹം ഇന്നിവിടെ സംസാരിച്ചു. അദ്ദേഹത്തിന് കലയോടുള്ള ഏറ്റവും വലിയ അടുപ്പം, അതായത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു കാന്തമാണ്, ഇറ്റ്സ് എ മാഗ്നറ്റ്. ആ സിനിമയ്ക്കകത്ത് നമ്മളൊന്ന് അഭിനയിക്കുകയോ അല്ലെ പാടുകയോ അല്ലെ മ്യൂസിക് ഡയറക്ഷൻ എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ സിരകൾ മുഴുവൻ സിനിമയാണ്, കഥയാണ്. പാട്ടുകാർക്ക് പാടണം എന്നുള്ള ആഗ്രഹമാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷം ഇന്ന് ഇവിടെ നിറവേറി. അദ്ദേഹം തന്നെ ഒരു പടം എടുക്കുകയാണ്. 1 പൈസ പോലും നഷ്ടം വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലാഭവും അപ്പം ഞാനും 2013 അർദ്ധനാരി എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ്. എനിക്ക് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷേ സിനിമ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പാടാനും അഭിനയിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഒരു പ്രൊഡ്യൂസറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള ഒരു ജോലിയാണ്. എന്തായാലും അവരത് നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണി, പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇന്ദ്രപ്രസാദ് ആൻഡ് സനീഷ്, ലിറിക്സ് എഴുതിയിരിക്കുന്ന ലിജോണ്, മ്യൂസിക് ജെറിനുമായിട്ടായിരുന്നു ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ദുബായിലാണ് അല്ലേ? ദുബായിലാണ് അദ്ദേഹം. ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാം വീഡിയോ കോളിൽ വന്നിട്ട് ഇവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ഫാസ്റ്റ് നമ്പറാണ്. ഇപ്പോഴത്തെ യുഗത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റ് നമ്പർ. നല്ല പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന ഉള്ളിൽ ലിറിക്കൽ വീഡിയോ, ഇതെല്ലാം സിനിമയിൽ വരുമ്പോഴത്തേക്ക് അത് ഇതിൻ്റെ നായകനും ബാക്കിയുള്ള വേറെ രീതിയിലുള്ള ഒരു പാട്ടായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ജസ്റ്റ് ലിറിക്കൽ വീഡിയോ, അതായത് ലിറിക്സ് എഴുതി കാണിച്ചുകൊണ്ട് ആ പാട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.